ഇതൊരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറിയാണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയുമില്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5885 രൂപ അവർ ബില്ലടപ്പിച്ചു. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു. ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറിയാണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാരും ഞെട്ടിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അയാളുടെ പേരറിയാമെങ്കിലും അതിവിടെ പറയാത്തത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊള്ള നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ് അയാളെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എത്ര പാവങ്ങളെ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും, എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും, എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. ചെങ്ങന്നൂരിലെ ഈ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് കോടികൾ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ കൊള്ളയും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും പ്രതികരിക്കണം. ഗവൺമെന്റ് ഇടപെടണം. ഈ കൊള്ളക്കാരെ പൂട്ടണം. ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് പറയാനുള്ളത്, എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ കച്ചവടക്കണ്ണോടെ മാത്രം കണ്ട് അവരെ ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ച് വെട്ടിക്കീറി പണമുണ്ടാക്കുന്ന മനസാക്ഷിയില്ലാത്ത നാണം കെട്ട കാലന്റെ പണി നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എൻ്റെ അനുഭവങ്ങളാണ്, 100% സത്യമാണ്. കൊള്ള നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമന്റ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ ഈ കൊള്ളക്കാരെ പൂട്ടാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.